6 മാസം കഴിഞ്ഞ് വീനിങ് തുടങ്ങുമ്പോൾ പാരൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തൊക്കെ ഫുഡ്സാണ് കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന്. പലപ്പോഴും നല്ലതാണെന്ന് കരുതി കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ പോലും കുഞ്ഞിന് ചോക്കിംഗ് റിസ്ക്, ഡൈജഷൻ പ്രോബ്ലംസ്, അലർജി അല്ലെങ്കിൽ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ 1 വയസ്സിന് മുൻപ് അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫുഡ്സിനെ കുറിച്ച് വിശദമായി നോക്കാം. ഹലോ ഡിയർ പാരൻസ്, ഐ എം ഐശ്വര്യ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. ആദ്യമായി ഹണി. പലർക്കും തോന്നും ഹണി നാച്ചുറൽ ആണല്ലോ, അതുകൊണ്ട് സേഫ് ആണെന്ന്. പക്ഷേ 1 വയസ്സിന് മുൻപ് ഹണി അവോയ്ഡ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം തേനിൽ ചില ബാക്ടീരിയ സ്പോർസ് ഉണ്ടാകാം. വലിയ കുട്ടികൾക്കും അഡൾട്ട്സിനും പ്രശ്നമാകില്ലെങ്കിലും ബേബീസിന്റെ ഗട്ട് ഇപ്പോഴും ഫുള്ളി മെച്ചുർ അല്ല. അതുകൊണ്ട് ഇൻഫന്റ് ബോട്ടുലിസം എന്ന സീരിയസ് കണ്ടീഷൻ വരെ ഉണ്ടാകാനുള്ള ചെറിയ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് 1 വയസ്സിന് മുൻപ് ഹണി അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അടുത്തതാണ് പശുവിൻ പാൽ. കുക്കിങ്ങിൽ ചെറിയ അളവിൽ പശുവിന്റെ പാൽ ഉപയോഗിക്കുന്നത് ജനറലി ഓക്കെയാണ്. പക്ഷേ 1 വയസ്സിന് മുമ്പ് മെയിൻ ഡ്രിങ്കായി പശുവിൻ പാൽ കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് ബാലൻസ് ആകാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പാലിൽ കാൽഷ്യം കണ്ടന്റ് വളരെ കൂടുതലായതിനാൽ അയൺ ഡെഫിഷ്യൻസി റിസ്ക് വർദ്ധിക്കാം. അതേപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ ചില ബേബീസിന് ബുദ്ധിമുട്ടാകാം. അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല തന്നെയാണ് ഫസ്റ്റ് ഇയറിൽ പ്രധാനമായി കൊടുക്കേണ്ടത്. ഇതിന്റെ ഭക്ഷണത്തിൽ അധികം ഉപ്പ് ചേർക്കുന്നതും അവോയ്ഡ് ചെയ്യണം. ബേബീസിന്റെ കിഡ്നീസ് ഇപ്പോഴും ഫുള്ളി മെച്ചുർ ആയിട്ടില്ല. അതുകൊണ്ട് അധിക സാൾട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാകാം. പാക്കറ്റ് ഫുഡ്സ്, ചിപ്സ്, ബിസ്ക്കറ്റ്സ്, ഇൻസ്റ്റന്റ് ഫുഡ്സ് എന്നിവയിൽ ഹിഡൻ സാൾട്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ലെസ് സാൾട്ടി ഫുഡ്സ് നൽകുന്നതാണ് നല്ലത്. 1 വയസ്സിന് മുൻപ് ചോക്ലേറ്റ്സ്, കാൻഡീസ്, ഷുഗറി ബിസ്ക്കറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കേജ്ഡ് സ്വീറ്റ്സ് ഇവ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവയൊക്കെ കൊടുക്കുന്നത് അൺനെസസറി ഷുഗർ എക്സ്പോഷർ ഉണ്ടാക്കും. ഫ്യൂച്ചർ ഫുഡ് ഹാബിറ്റ്സിനെ എഫക്റ്റ് ചെയ്യാം. പല്ലിന് പ്രശ്നങ്ങൾ വരാം. ഹെൽത്തി ഫുഡ്സ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. മുഴുവനായിട്ടുള്ള നട്ട്സ് ഡയറക്റ്റ്ലി കൊടുക്കുന്നതും അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ കൊടുക്കുന്നത് ചോക്കിംഗ് റിസ്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പീനട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂസ് ഇവ മുഴുവനായി കൊടുക്കരുത്. കൊടുക്കുമ്പോൾ പൗഡറായിട്ടോ തിൻ പേസ്റ്റ് ആക്കിയിട്ടോ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചോക്കിംഗ് റിസ്ക് ഉള്ള ഫുഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണങ്ങളായിട്ട് മുഴുവനായിട്ടുള്ള മുന്തിരി, പോപ്കോൺ, ക്യാരറ്റ്സ് കട്ട് ചെയ്തത്, ഹാർഡ് ഫ്രൂട്ട്സ് വലിയ പീസായി കൊടുക്കുന്നത് ഇവയൊക്കെ അബദ്ധത്തിൽ ശ്വാസനാളത്തിലേക്ക് പോയിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവ കൊടുക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുക. ടെക്സ്ചർ സോഫ്റ്റ് ആക്കി നൽകുക. എപ്പോഴും കുഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ സൂപ്പർവൈസ് ചെയ്യുക. പാക്കേജ്ഡ് ഫുഡ് ഹെൽത്തി ആണെന്ന് ബോട്ടിലിൽ കാണിച്ചാലും പലതിലും ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അത് കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഇവ കൊടുക്കുന്നത് കുഞ്ഞിന്റെ വിശപ്പ് കുറയ്ക്കാം. അൺനെസസറി ആയിട്ടുള്ള കൂടുതൽ കലോറീസ് നൽകാം. പല്ലിനും വളരെ ദോഷം ചെയ്യും. നാച്ചുറൽ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. ഹാഫ് കുക്ക്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഹൈജീനിക്കലി സേഫ് അല്ലാത്ത ഫുഡ്സും അവോയ്ഡ് ചെയ്യണം. ബേബീസിന്റെ ഇമ്മ്യൂണിറ്റി ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത ഫുഡ് മാത്രം നൽകുക. കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ബാക്കി വന്ന ഫുഡ് കുഞ്ഞിന് കൊടുക്കുമ്പോഴും അത് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നല്ല. ശരിയായ ഏജ്, ടെക്സ്ചർ, ക്വാണ്ടിറ്റി എന്നിവയൊക്കെ ശ്രദ്ധിച്ച ശേഷം പല ഫുഡ്സും സേഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ബേബിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുകയും വേണം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റ് പാരൻസിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ബേബി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഫീഡിംഗ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്